ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രവാസികളെ കുറിച്ചിട്ടാണ്. പ്രവാസികളെ ആ ഒരു ദാമ്പത്യ ലൈഫിൽ വരുന്ന വിള്ളലുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പ്രവാസികളെ നമുക്കറിയാം, ആരും പ്രവാസം ഇഷ്ടപ്പെട്ടിട്ട് പോകുന്ന ആളുകളല്ല എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ല, ചില ആളുകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ എന്നാലും അധിക ആളുകളും നമ്മളെ വീട്ടിലെ പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രാരാബ്ധങ്ങളൊക്കെ തലയിൽ ഏറ്റിക്കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ സത്യത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവരെ ചെറുപ്പം മുതലേ ഈ ഒരു വീട്ടിലുള്ള പ്രാരാബ്ധങ്ങൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാവും. അപ്പോൾ അവർ അവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നത് കംപ്ലീറ്റ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ പ്രാരാബ്ധങ്ങൾ തീർക്കാനേ ഉണ്ടാവുള്ളൂ. ഇതിനിടയിൽ ഇവർ സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നു പോവാണ്. ഇവരെ സന്തോഷം കണ്ടെത്താൻ മറന്നു പോവാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡ്രസ്സോ അതല്ലെങ്കിൽ നല്ലൊരു ഫോണോ നല്ലൊരു ഷൂവോ നല്ലൊരു ഡ്രസ്സോ പിന്നെ ഒന്നും തന്നെ നമ്മൾ എപ്പോഴും പറയലുണ്ട് അല്ലേ, ഈ പ്രവാസികൾ വരുമ്പോൾ നട്സുകളൊക്കെ കൊണ്ടുപോകും. സത്യത്തിൽ അവർ ജീവിക്കുന്ന സമയത്ത് ഇവർ വാങ്ങിച്ചത് കഴിക്കുന്നില്ല. നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇവർ വാങ്ങുക. നാട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർ കൊണ്ടുവന്നതാണല്ലോ അതുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നാട്ടിലെല്ലാവരും അത് ഓരി വയ്ക്കും. അവർ കഴിക്കും എന്നല്ലാതെ അപ്പോഴും ഇവർക്ക് കിട്ടില്ല. സത്യത്തിൽ അവർ അവിടുന്നും കഴിക്കണില്ല ഇവിടുന്നും കഴിക്കണില്ല. ഇതാണ് ഇവരൊരു ലൈഫ് സ്റ്റൈല് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് അവരെന്ത് ചെയ്യും, മറ്റുള്ളവർ അത് കഴിക്കണതും അതല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ഒരു സുഖമാണ്, അവരെ ഒരു സന്തോഷം, അവരെ സുഖം അവരെ സമാധാനമൊന്നും അവർ നോക്കണില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഓൾറെഡി വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴും നമ്മളെ വീട്ടിലേക്ക് ഒരാളായി, ഉമ്മാക്കും ഉപ്പാക്കും കൂട്ടുന്ന ഒരാളായി എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്ക് ഉണ്ടാവുക. അങ്ങനെ ഇവർ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഈ വീട്ടിലത്തെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർ ആദ്യം തന്നെ ഡീൽ ചെയ്തിട്ടുള്ളത് പാരൻസിൻ്റെ അടുത്താണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അതങ്ങനെ പോകുന്നുണ്ടാവും. കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യലും ഒക്കെ ഇവരായിട്ട് തന്നെ ഉണ്ടാവും. എല്ലാ ആളുകളും എന്ന് ഞാൻ പറയണില്ല കേട്ടോ, ചുരുക്കം ചില ആളുകളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവിടെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ ഭാര്യനെറ്റ് എപ്പോഴെങ്കിലും ഒക്കെ ആവും ഒരു സംസാരവും കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇവർക്ക് സംസാരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വഴി തെറ്റിപ്പോയ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് നമ്മൾ അതിലൊരു അന്വേഷണം നടത്തിയപ്പം കണ്ടെത്തിയിട്ടുള്ളത് തന്നെയാണ്, ഇവർക്ക് ഭാര്യനായിട്ട് സംസാരിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പറയണത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അധ്വാനിക്കുന്നത്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളിവിടെ അധ്വാനിക്കുന്നത് എന്നാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. പക്ഷേ ഇവിടെ അവരെ ഭാര്യമാർ അവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു എന്താ, അവര് ഒരു ഭർത്താവിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവരെ വീടും നാടും എല്ലാം അവർ ജീവിച്ച ചുറ്റുപാടുകളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളെ വീട്ടിലൂടെ വന്ന് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളടുത്താണ് സംസാരിക്കാനും അവരെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ടാവുക. സങ്കടങ്ങളല്ലെങ്കിൽ പോലും എന്നും നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ, ഭർത്താവ് വിളിച്ച് സംസാരിക്കുമ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു, നമ്മളെ ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നൊരു ഫീലിങ്സ് അവരെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന ആ ഒരു സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ഉണ്ടാവൂലേ? അതും ഇല്ലാത്ത ആളുകളുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചിലപ്പം പറയും അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. നമ്മൾ ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരാ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്, ഞാൻ കേട്ടതാണ്. അങ്ങനെ സംസാരിക്കാൻ നേരം കിട്ടലില്ല, ആ ഒരു സമയവും കൂടി ഓവർ ടൈം എടുത്തിട്ട് അവർ വർക്ക് ചെയ്യാണ് എന്നുള്ളത്. അങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രവാസികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരു പാർട്ട്ണറെ നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇവരെ വാപ്പ നിങ്ങളെ കൈപിടിച്ച് തരുമ്പോൾ അവരെ നിങ്ങളെ ഏൽപ്പിച്ച് തരികയാണ്. അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ ലൈഫ് പിന്നെ നിങ്ങളെ കൂടെയാണ്. അവർക്ക് താങ്ങും തണലുമായിട്ടുള്ളത് നിങ്ങളാണ്. അപ്പോൾ അവർക്കൊരു ആശ്വാസ വാക്ക് പറയാൻ നിങ്ങളെ തിരക്കിനിടയിൽ ഒരു സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് ഒരുപാട് വീർപ്പുമുട്ടലുണ്ടാവും, ഒരുപാട് നെഗറ്റീവ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ടിനെ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾക്ക് അതിനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇബിലിസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ നമ്മളെ ഈ ഒരു ഭൂമിയിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതതിൻ്റെ പണി എടുത്തുകൊണ്ടേയിരിക്കും. അത് സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രവാസികളെ ഭാര്യമാരെന്ത് ചെയ്യും, അവരെ പ്രശ്നങ്ങൾ ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അപ്പം അത് ഈ പറയുന്ന ആള് അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനമാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വത അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും,
തെറ്റിലേക്ക് പോവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരായിരിക്കും ഏറ്റവും ബെറ്റർ. തൻ്റെ ഭർത്താവിനെക്കാട്ടിലും ബെറ്റർ ഇയാളാണ്, അയാളെ കൂടെ ഒരു ജീവിതം ഉണ്ടാവും, അതുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്നൊക്കെ ഇവർക്ക് തോന്നിപ്പോവുകയാണ്. എന്തായാലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു തെറ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആരും കള്ളനും കൊലപാതകയായിട്ട് ജനിക്കണില്ലല്ലോ. സാഹചര്യങ്ങളാണ് എല്ലാവരും തെറ്റിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ളതാണ്. അപ്പോൾ പ്രവാസികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നിങ്ങൾ അധ്വാനിക്കുന്ന ക്യാഷ് കൊണ്ട് നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു? എത്രത്തോളം സന്തോഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അതൊന്നുമല്ല എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ബ്രാൻഡ് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കത് യൂസ് ചെയ്യാനുള്ള ക്യാഷ് നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്കതൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടും നിങ്ങളിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്? അപ്പോൾ ഈ ഒരു മാറ്റി വെക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ ലൈഫിനെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഭാര്യമാർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഓരോ മിനിറ്റും നമ്മൾ പറയും, ഈ പ്രവാസികളെ ഒരു വർഷമൊക്കെ കൂടുമ്പോഴാണ് വരുന്നത്. ആ വരുമ്പോൾ ഒരു മാസമാണ് അവർക്ക് കിട്ടുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് സത്യം പറഞ്ഞ പ്രവാസികളെ ഭാര്യമാരും അവരതും രണ്ടാളും അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസം കിട്ടുമ്പം ആ ഒരു മാസം മതി ശരിക്കും നമുക്ക് ഒരു വർഷത്തിന് അത് ആലോചിച്ച് ജീവിക്കാനുണ്ടാവും. അവർ തന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും ആലോചിച്ച് അവരെ കാത്തിരിക്കാനുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് സുലഭമാണ് വീഡിയോ കോളൊക്കെ അല്ലേ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങളെ ഭാര്യമാരെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച്, നിങ്ങളെ ഭാര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളായിരിക്കണം. അവരെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റണം. അവരെ പ്രശ്നങ്ങൾ നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് പറയുക? അവരെ വീട്ടിൽ ചെന്നിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ത്രീയുടെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ്. പിന്നെ അവരിൽ ഉണ്ടാകുന്ന ആ ഒരു ഫാമിലിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചെറിയൊരു രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും, പല പ്രവാസികളെ ഭാര്യമാരും ഇങ്ങനെ വഴിതെറ്റിയിട്ടുള്ള ആളുകളും കൗൺസിലിങ്ങിന് വന്നിട്ടും ഞാൻ അതൊന്നും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. ആരും അവരെ ഭാര്യമാരെ കേൾക്കാനിരിക്കണില്ല, അവരെ കാര്യമായ രീതിയിൽ പരിഗണിക്കണില്ല എന്നുള്ളതാണ് ഇതിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാനുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്നത്, ഇവർക്ക് വേണ്ട ക്യാഷ് ഞങ്ങൾ അയച്ചു കൊടുക്കണില്ലേ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, ക്യാഷിൻ്റെയൊക്കെ അപ്പുറത്ത് മനസ്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു സമാധാനമുണ്ട്. അപ്പോൾ അതാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് നമുക്ക് കാണാം. അതുവരെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു.